ഹലോ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓർഡർ എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പുട്ടും കടലയ്ക്കായിരുന്നു നമ്മൾ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ നേരത്തെ 2 ഓർഡറാണ് എനിക്ക് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അത് ആദ്യം കൊണ്ടുപോയി ഫിനിഷ് ചെയ്യാമെന്ന്. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഓടി നടക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം വേഗം 2 ഡെലിവറിക്കുള്ള പുട്ട് മാത്രം ഉണ്ടാക്കാമെന്ന്. ഇതിപ്പോൾ ഒരു പ്ലേറ്റാണ്. ഒരു പ്ലേറ്റിൽ 2 ചിരട്ട പുട്ടാണ് വരിക. അത് കഴിഞ്ഞ് പിന്നൊരു വേറൊരു അപ്പാർട്ട്മെൻറ്റ്. ഇപ്പം നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൽ മൊത്തം 18 ടവറോളം ഉണ്ട്. അപ്പോൾ 2 സെക്ഷനായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ ആ ഒരു ഭാഗത്തുള്ള ആയിരുന്നു ഡെലിവറി. അപ്പം ഞാൻ പിന്നെ വേഗം അത് കൊടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ ടൈമിനനുസരിച്ച് ഓരോരുത്തർക്ക് എത്തിക്കാമല്ലോ. പിന്നെ ഒന്നാമത് ഇവിടെ നല്ല തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് ചൂടോടെ കൊടുക്കണം എന്ന് എനിക്കൊരു തോന്നല. അപ്പം പിന്നെ പുട്ട് കുറച്ചുകൂടെ ആറുന്നതിന് മുമ്പേ വേഗം ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അപ്പം ഉണ്ടാക്കി കൊടുക്കാറ്. പിന്നെ പുതിയ ഓർഡർ വരുന്ന സമയത്ത് അപ്പം പെട്ടെന്ന് ഉണ്ടാക്കും. പുട്ട് പിന്നെ പെട്ടെന്ന് ആവുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞാൻ ദാ ഫസ്റ്റ് ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോവാ. അങ്ങനെ ഡെലിവറി ഒക്കെ കൊടുത്ത് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ദാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ടും കടലയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അതാ ഒരു മെസ്സേജ് വന്നു. അത് കണ്ടോ, ഇങ്ങനെയാണ് മെസ്സേജ് ഞങ്ങൾക്ക് വരാറ്. അപ്പം ഇങ്ങനെ വന്നു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. അവർ ടൈം ചോദിച്ചപ്പോൾ 9:30 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ഡെലിവറിക്ക് ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഇതാണ് നമ്മളുടെ സെക്ഷൻ. അത് കഴിഞ്ഞ് അപ്പുറത്തെ ഗേറ്റ് ഇറങ്ങി പുറത്ത് പോയി വേറെ ഗേറ്റിൽ കയറണം സെക്കൻഡ് സെക്ഷനിലേക്ക്. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ഗേറ്റിൽ നമുക്ക് ഹൗസ് നമ്പറൊക്കെ പറഞ്ഞ് അപ്രൂവൽ എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് വിടുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളുടെ വീട്ടിലേക്ക് ഒരു ഡെലിവറി വരുമ്പോഴും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഡെലിവറിക്കൊക്കെ പോവാറ്.